ശരിക്കും ആസന്ന മരണയായിട്ടാണ് മലയാളം ഇപ്പോൾ കഴിയുന്നത്. ഒട്ടും സമ്പത്ത് കുറഞ്ഞവളല്ല, പക്ഷേ ദരിദ്രയായി ജീവിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ഭാഷയെ, ആ ഭാഷയുടെ മഹിതത്വമെല്ലാം അറിഞ്ഞ് പരിപാലിക്കുന്ന ഈ പ്രസ്ഥാനം ഒരു ജനതയെ, ഒരു ചരിത്രത്തെ, ഒരു മഹാജീവിതത്തിൻ്റെ പരമ്പരയെ പരിപാലിക്കുകയാണ്. അതിൽ കൂടെ വരുംകാലത്ത് നീന്തിപ്പോകാനുള്ള ശേഷി പുതിയ തലമുറയ്ക്ക് കൊടുക്കുകയാണ്. അവർ തുടങ്ങിയിട്ട് വർഷം 15ആയി. ഈ 15 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ആദ്യകാല അരിഷ്ടങ്ങൾ, ബാല്യാരിഷ്ടങ്ങൾ കുറേയൊക്കെ നേരിട്ടറിയാവുന്ന ആളാണ് ഞാൻ. അതിനും വളരെ മുമ്പ് തന്നെ 1989 തോന്നുന്നു ശ്രീ ഹരിദാസൻ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അന്നും ഇന്നും പാടാതെ പ്രവർത്തിക്കുന്ന ആളാണ് ഹരിദാസൻ. ഹരിദാസനും ഞാനും ഒക്കെ ഉൾപ്പെട്ട ONV കുറുപ്പ് സാറിൻ്റെയും BN മുരളി സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സംഘം. മുരളി സാർ അന്ന് സജീവമായിട്ടുണ്ടായിരുന്നു. ONV കുറുപ്പ് സാറാണ് നായകൻ. ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക്, നായന മന്ത്രിസഭ ഉള്ള സമയമാണ്, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ ഒരു യാത്ര നടത്തി. എനിക്ക് തോന്നുന്നു ആശാൻ സ്ക്വയറിൽ നിന്നാണെന്ന്. അത് മലയാളം 1ാം ഭാഷയാക്കണം എന്ന ആവശ്യത്തോടു കൂടിയായിരുന്നു. എന്തുകൊണ്ട് ഒരു നാടിൻ്റെ മൊഴി 1ാം ഭാഷയാവണം എന്ന് നാട്ടാർ ചിന്തിക്കണം. അതിനും എത്രയോ കാലം മുമ്പ് തൊട്ട്, അതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം, എത്രയോ കാലം മുമ്പ് തൊട്ട് മലയാള ഭാഷ നാടിൻ്റെ ഭാഷ, ഔദ്യോഗിക ഭാഷയാക്കണം എന്ന തീരുമാനവും ചിന്തയും പ്രവർത്തനവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ വഞ്ചി തിരുനക്കര തന്നെയായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊരു ലേഖനം ആ കാലത്ത് എഴുതിയിരുന്നു. 2001 ഞാൻ മംഗളം എന്ന് പറയുന്ന പത്രത്തിൽ ഒരു ലേഖനം എഴുതിയതിൽ വഞ്ചി തിരുനക്കര തന്നെ, മലയാള വഞ്ചി തിരുനക്കര തന്നെ എന്ന് ഇത് പറഞ്ഞിരുന്നു. കാരണമുണ്ട്, ഞാൻ ദൂരദർശനിലൊരു യാദൃശ്യമായിട്ടൊരു ചെറിയ കവിത ചൊല്ലാൻ പോയപ്പോൾ തിരിച്ച് എന്നെ കൊണ്ടുവിടാൻ ദൂരദർശനിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഡ്രൈവർ തമിഴനായിരുന്നു. അപ്പോൾ ആ തമിഴൻ എന്നോട് പറഞ്ഞു, മലയാളത്തിലെ ഇംഗ്ലീഷിற்கு മലയാളം വാർത്ത കിടയാതാ ചോദിച്ചു. ഈ വാർത്ത എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. മലയാള വാക്ക്. ഭാഷാസ്നേഹം കുറവാണ്, ജാതി സ്നേഹം വളരെ കൂടുതലാണ് എന്നാണ് അന്ന് ആ തമിഴൻ പറഞ്ഞത്. ആ തമിഴൻ പറഞ്ഞതും ഞാൻ അതിൽ ഉദ്ധരിച്ചിരുന്നു. തമിഴൻ്റെ ഒരു വ്യഥ, മലയാളിക്ക് ഭാഷാസ്നേഹം ഇല്ലല്ലോ, ജാതി സ്നേഹം കൂടിപ്പോയല്ലോ എന്നതായിരുന്നു. അതിപ്പോഴും ബാക്കിയുണ്ട്. ആ തമിഴൻ ഡ്രൈവർക്ക് തോന്നിയ സത്യം എനിക്ക് പിന്നീട് വൈകിയാണ് തോന്നിയതെന്ന് തോന്നി. കാരണം പലപ്പോഴും ഇന്ന് ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. പോലീസ് എന്ന് മലയാളത്തിൽ എഴുതി വയ്ക്കാത്ത വണ്ടികൾ ഏറ്റവും കൂടുതൽ ഓടിയിരുന്ന കാലമാണത്. മലയാളത്തിൽ എഴുതി വയ്ക്കില്ല. ആർക്ക് വേണ്ടി? ഫോർ ദി പീപ്പിൾ എന്നാണ് പറയുന്നത്. ജനത്തിന് വേണ്ടി എന്നല്ല, ഇവിടത്തെ ജനതയ്ക്ക് വേണ്ടി, ഇവിടത്തെ ഭാഷയിൽ ഉച്ചരിക്കാൻ വയ്യാത്ത ഒരു സർക്കാരാണ് എന്ന് ഒരിക്കലും തോന്നില്ല. മറ്റാർക്കോ വേണ്ടിയാണ്. അതിൻ്റെ വലിയ വിഷയങ്ങളെല്ലാം ശ്രീ പവിത്രൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ രീതിയിൽ നാളെ എന്ന് പറഞ്ഞ് പുൽത്തുമ്പ് മാത്രം കാണിച്ച് നടത്തപ്പെടുന്ന പശുക്കളാണ് മലയാളികൾ. ഇതാ ബില്ല് വന്നു. ഇപ്പോഴൊരു ബില്ലിൻ്റെ പുല്ല് ഇങ്ങനെ ഗവർണർക്ക് അയച്ചിരിക്കുക. അതിൻ്റെ പുറകെ നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇത് ഉണങ്ങും. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കളഞ്ഞിട്ട് വേറെ പുതിയ പുല്ല് എടുക്കും. എന്ത് വിചിത്രമാണെന്ന് നോക്കുക. അതായത് അമ്മയ്ക്ക് വെള്ളം കൊടുക്കേണ്ട കാര്യവും അന്വേഷണത്തിന് വയ്ക്കുന്നവർ ഇവർ. മഹാകവി P പണ്ടെഴുതിയതാണ്. അമ്മയ്ക്ക് വെള്ളം കൊടുക്കേണ്ട കാര്യവും അന്വേഷണത്തിന് വയ്ക്കുന്നവർ ഇവർ. ഇത്രയും അന്വേഷിച്ചിട്ടും പിടികിട്ടിയിട്ടില്ല എന്നതാണ്. അപ്പോൾ സജീവമായ ഒരു കർമ്മ പരമ്പര മലയാളിക്ക് വേണം, നിലനിൽപ്പിന് വേണ്ടി വേണം എന്ന് ആത്മാവ് കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ഇത്രയും വർഷമായി പവിത്രൻ്റെയും ഈ ഹരികുമാറിൻ്റെയും നന്ദകുമാറിൻ്റെയും
എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം ഐക്യമലയാള പ്രസ്ഥാനം നടത്തി വരുന്നത്. അതുകൊണ്ടാണ് പണ്ട് ഞാൻ പറയുമായിരുന്നു, നമ്മുടെ ആധുനിക കാലത്തെ സമൂഹത്തിലെ തപസ്വികളായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ. അവർ പലതും ത്യജിച്ച് സഹിച്ച് സമൂഹത്തെ വിജ്ഞാന മേഖലയിലേക്കും കർമ്മമേഖലയിലേക്കും ആത്മബോധത്തോടെ കൊണ്ടുവരാൻ ഒരുപാട് തപസ് അനുഷ്ഠിച്ചവരാണ്. മഴയത്തും വെയിലത്തും രാത്രിയും പകലും. അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ബഹുമാനത്തോടെ ഓർക്കാറുണ്ട്. അതിനേക്കാൾ ബഹുമാനത്തോടുകൂടി ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ പൂജയോടെ ഓർമ്മിക്കുന്നു. ഇവരുടെ പിന്നിൽ ഒരു ദാസനായി പ്രവർത്തിക്കാൻ എനിക്ക് സന്തോഷമാണ്. എപ്പോഴും ഏത് സമയത്തും ഉണ്ട്. കാരണം ഇത് എനിക്ക് വേണ്ടിയല്ല. കഷ്ടിച്ച് മലയാളം ഉച്ചരിക്കാൻ അറിയാവുന്ന എനിക്ക് ഇതുകൊണ്ട് ഇനി അധികകാലം മുമ്പോട്ട് പോകാനൊക്കില്ല. എൻ്റെ അന്ത്യകാലം അടുത്തു കഴിഞ്ഞു. പക്ഷേ ഇനി വരുന്ന ഈ കുഞ്ഞുങ്ങൾ നാളെ സ്വന്തം നാട്ടുമൊഴി ഉച്ചരിക്കാൻ കഴിവില്ലാത്തവരായി തീരരുത്. എന്താണ് ഞാൻ എന്നറിയാൻ കഴിയാത്തവരായി അടിമജനമായി കഴിയേണ്ടി വരരുത്. സ്വാതന്ത്ര്യത്തിനിപ്പുറം ഇത്രയും കാലമായിട്ടും ബൗദ്ധികമായും വൈകാരികമായും സ്വപ്നസംബന്ധമായും സാമൂഹികമായും കുടുംബപരമായി പോലും നമ്മൾ അടിമകളാണ്, വിധേയരാണ്. അടിമയ്ക്ക് സ്വന്തം സ്വപ്നമില്ല. അതുകൊണ്ട് അവന് സ്വന്തം ഉച്ചാരണമില്ല, സ്വന്തം വാക്കില്ല. അങ്ങനെ മലയാളം എന്ന് പറയുന്ന ഭാഷ ക്ഷീണിക്കുമ്പോൾ ആദ്യം നശിക്കുന്നത് എന്ന് കാണാവുന്നത് മലയാളിയുടെ ജീവിതം ആണ്. അവൻ്റെ മാനസിക ജീവിതം, സാമൂഹിക ജീവിതം, കുടുംബജീവിതം, അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ ആത്മബോധം, ആത്മബലം, ഇതൊക്കെയാണ് ഇല്ലാതാകുന്നത്. അതിൻ്റെ പ്രകടമായ തെളിവാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന മലയാളത്തിൽ നിന്നുള്ള അകൽച്ച. ഓരോ കുട്ടിയെയും നമ്മൾ മലയാളത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞല്ല കുറ്റക്കാരൻ, കുഞ്ഞ് തിരഞ്ഞെടുക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ല, കുഞ്ഞല്ല തിരഞ്ഞെടുക്കുന്നത്, കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമാണ്. കുഞ്ഞിൻ്റെ ഭാവി അങ്ങ് വിദേശത്തെവിടെയും ഇരിക്കുകയാണ് എന്നൊരു തോന്നൽ അച്ഛനമ്മമാർക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ ഏറ്റവും നല്ല ജോലി കിട്ടണം, ഏറ്റവും നല്ല പദവി വേണം, ഏറ്റവും വലിയ ഭാവി വേണം എന്നുള്ള വ്യർത്ഥസ്വപ്നത്തോടുകൂടി മറ്റൊരു ഭാഷയെ കൂടുതൽ സ്നേഹിക്കാനും പഠിക്കാനും മാത്രം നിയോഗിക്കുന്നത്. അത് ഈ രക്ഷിതാക്കളിൽ ഈ തോന്നൽ ഉണ്ടാക്കി കൊടുത്തത് മുഴുവനും പത്രങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, ഭാഷയെയും ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും കച്ചവടമാക്കുന്ന ചില പ്രസ്ഥാനങ്ങളാണ്. ഭാഷ എന്നത് ചിലരുടെ കച്ചവടം ആയി മാറിയിട്ടുണ്ട്. ഭാഷാ സ്നേഹം കാണിക്കുന്നവരെ കൂടെ ഉൾപ്പെടുത്തി കച്ചവടം ചെയ്യുക എന്നത് വേറൊരു പ്രത്യേക രീതിയായിട്ടുണ്ട്. രഹസ്യമായും പരസ്യമായും കച്ചവടം ചെയ്ത് മുതലുണ്ടാക്കുക. ആ ഭാഷാസ്നേഹ പ്രകടനം വെറും പ്രകടനമാണെന്ന് തിരിച്ചറിയാൻ പോലും രക്ഷിതാക്കൾക്കും സാധാരണക്കാർക്കും കഴിയുന്നില്ല. ആദ്യം രക്ഷിതാക്കളെയാണ് ഈ വിഷയത്തിൽ ബോധമുള്ളവരാക്കേണ്ടത് എന്നെനിക്കൊരു വിനീത അഭിപ്രായമുണ്ട്. ഭൂരിപക്ഷം രക്ഷിതാക്കളും 25-നും 30-നും 35-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. അവർ കൂടുതലും വിദ്യാസമ്പന്നരാണ് എന്നാണ് പറയുന്നത്. ചിലർ വിദ്യാഭ്യാസം ഇത്തിരി കുറഞ്ഞവരാണ്. എൻ്റെ പിള്ള മോശമാവാൻ പാടില്ല, അവനും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കണം എന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട രക്ഷിതാക്കളുണ്ട്. അവർ, എനിക്കറിയാം, തയ്യൽ മെഷീൻ വിറ്റും ഒക്കെയാണ് ഈ വലിയ സ്കൂളിൽ കൊണ്ടുവന്ന് ആദ്യം അഡ്മിഷന് പൈസ കൊടുക്കുന്നത്. സ്വന്തം ഉപജീവനത്തിനുള്ള ഉപകരണമായ തയ്യൽ മെഷീൻ വിറ്റിട്ട് വലിയ സ്കൂളിൽ കൊണ്ടുപോയി കുട്ടിയെ ചേർക്കാൻ പോയ ഒരാളിനെ എനിക്കറിയാം. ആ സ്കൂളിൽ റെക്കമെൻഡ് ചെയ്യാൻ എന്നെയാണ് സമീപിച്ചത്. അതുകൊണ്ടാണ് എനിക്കറിയാമെന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാം വിറ്റും ഈ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോകണമെന്നും അവസാനം ബാങ്ക് ലോൺ എടുത്ത് കുട്ടിയെ വിദേശത്തേക്ക് അയക്കണമെന്നും ചിന്തിക്കത്തക്ക രീതിയിൽ ഒരരക്ഷിതത്വബോധം നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാരും സമൂഹവും മറ്റ് പ്രസ്ഥാനങ്ങളും രക്ഷിതാക്കളിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈ അരക്ഷിതത്വബോധത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത സർക്കാരിനാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ ഞങ്ങളുണ്ട് എന്ന് തോന്നിക്കുക, ഈ മണ്ണ് നിൻ്റേതാണ് എന്നറിയിക്കുക, ഈ മണ്ണിലെ പുല്ലും പറവയും
ഈ പുഴയും എല്ലാം നിനക്കും കൂടെ ഉള്ളതാണ്, നീയും കൂടെ സംരക്ഷിക്കേണ്ടതാണ് എന്നവനെ അറിയിക്കുക. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് മാത്രമേ ഈ മണ്ണിനെ അമ്മയായി കാണുന്ന, എല്ലാ ജീവികളെയും കൂട്ടുകാരായി കാണുന്ന, എല്ലാ മനുഷ്യരെയും കൂട്ടുകാരായി കാണുന്ന കുട്ടികളുണ്ടായി വരും. അതാണ് കുയിലിൻ്റെ പാട്ടിനൊത്ത് എതിർപാട്ട് പാടുവാൻ മോഹം എന്ന് എഴുതിയ ONV-യുടെ സന്ദേശം. ഒരു കിളി പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടാനുള്ള ഒരു ത്വര ഏത് കുഞ്ഞിനുമുണ്ട്. ആ ത്വരയെ പാടെ ഇല്ലാതാക്കുകയും അങ്ങനെ ചെയ്യുന്നത് മോശമാണെന്ന് തോന്നലുണ്ടാക്കുകയും ഹലോ ഹായ് എന്ന് പറയാൻ മാത്രം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാന്ത്രികതയുടെ സംസ്കാരം. ആ യാന്ത്രികതയുടെ സംസ്കാരം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടികൾ അറിയാതെ ആത്മാവില്ലാത്തവരായി മാറും. ആ രീതിയിൽ സ്വന്തം ഭാഷയിലൂടെ വളരാവുന്ന എല്ലാ സാധ്യതകളെയും നശിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് സ്വന്തം അന്നം പോലും നിഷേധിച്ച് കടലാസിൽ പൊതിഞ്ഞ, പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ അന്നം കൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വച്ച് വിറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വീട്ടന്നം വേണ്ട. വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, വീട്ടിലെ രുചി കുട്ടിക്ക് അറിയില്ല. വീട്ടിലെ രുചി കുട്ടിക്ക് വേണ്ടതാണ്. വീട്ടിലെ രുചി അധമ രുചിയാണ്, മോശപ്പെട്ട രുചിയാണ്. പുറത്തെ രുചി, തെരുവിലെ രുചി, കമ്പനിയുടെ രുചി, ഇറക്കുമതി ചെയ്ത രുചി, അതാണ് ഏറ്റവും മെച്ചം എന്ന തോന്നൽ ഒരു കുട്ടിക്കുണ്ട്. രുചി എന്ന് പറഞ്ഞാൽ വാസന തന്നെയാണ്. ഭാഷയും ആത്മരുചിയാണ്. ശരിക്കും ഭാഷയും ആത്മസംഗീതമാണ്. ഭാഷ സ്വന്തം വീട്ടിലെ രുചിയാണ്, അമ്മ രുചിയാണ്. അമ്മ രുചിയായ ഭാഷ തിരസ്കരിക്കാൻ തോന്നത്തക്ക രീതിയിൽ ഒരു സമൂഹത്തെ പാകപ്പെടുത്തിയെടുത്തു എന്നുള്ളത് ആധുനിക കാലത്തെ കച്ചവട തന്ത്രം കൂടിയാണ്. ആ തന്ത്രങ്ങൾക്കെതിരെ പെരുമാറണമെങ്കിൽ ഓരോ അമ്മയിലും ഓരോ അച്ഛനിലും ഈ ബോധം ഉണ്ടാക്കണം. അധമബോധം അവരിൽ നിന്ന് മാറ്റുകയും അടിമയല്ല ഉടമയാണ് നീ എന്ന് ബോധപ്പെടുത്തി കൊടുക്കുകയും വേണം. അതിന് ഐക്യമലയാള പ്രസ്ഥാനത്തിന് കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട്, ഇനി കൂടുതൽ സാധിക്കുമാറാകണം. ഒരു ജനതയുടെ സംസ്കാരമാണ് ഇവിടെ മാറി വരേണ്ടത്. നമ്മുടെ ഇന്നത്തെ ശീലമനുസരിച്ച് നമ്മളെല്ലാം മേക്ക് നോക്കികളാണ്. വടക്ക് നോക്കി എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും മേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അന്തസ്സില്ല എന്ന രീതിയിൽ ഒരു ദുരഭിമാനം, മിഥ്യാഭിമാനം, വല്ലാത്ത ഒരഹങ്കാരവും ദർപ്പവും ആർത്തിയും കൊതിയും എല്ലാം കൂടെ പൊതിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറി സഹജീവികളോടൊത്തുചേർന്ന് പെരുമാറാനുള്ള ഏറ്റവും വലിയൊരു സാമൂഹിക ബോധവും ഏറ്റവും നല്ല വീട്ടുബോധവും ഓരോ കുട്ടിയിലും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നേരത്തെ ശ്രീ പവിത്രൻ പറഞ്ഞ മാതിരി ഇതേത് പച്ചിലയാണ്, ഇതേത് മരമാണ്, ഇതേത് രുചിയാണ്, ഇതെല്ലാം എൻ്റെയാണ്, എൻ്റെ കൂടെയാണ് എന്ന തോന്നൽ ഓരോ കുഞ്ഞിലും ഉണ്ടാക്കണം. പാരിസ്ഥിതികമായ ബോധം, നമ്മുടെ നാട്ടറിവുകൾ എന്തെല്ലാം, നമ്മുടെ നാട്ടുഭാഷയുടെ ചേലുകൾ, ചന്തങ്ങൾ എന്തെല്ലാം, ഇതൊക്കെ അറിയുമാറാകണം. കുട്ടിക്ക് അതൊന്നും അറിയണ്ട എന്ന രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസം പോകുന്നത്. കൂടാതെ ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടുവിദ്യാഭ്യാസവും നാട്ടുവിദ്യാഭ്യാസവും കുട്ടികളിൽ ഉറപ്പിക്കണം എന്നൊരാശയമാണ്. സാമൂഹികമായ ബോധം ഉണരണമെങ്കിൽ നാട്ടുവിദ്യാഭ്യാസം വേണം, ഒപ്പം വീട്ടുവിദ്യാഭ്യാസവും വേണം. പിന്നെയാണ് സ്ഥാപനത്തിലെ വിദ്യാഭ്യാസം എന്നെനിക്ക് തോന്നുന്നു. സ്ഥാപനത്തിലെ വിദ്യാഭ്യാസം അത് നമ്മുടെ മലയാള പ്രസ്ഥാനവും കൂടെയുള്ള പ്രവർത്തകരും ഈ പറഞ്ഞ നേരത്തെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞ സംഘടനകളും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടതാണ്. ഓരോ സംഘടന ഓരോ പാർട്ടിയുടെ പരിധിയിലാണ് എന്നതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പരിധിക്കനുസരിച്ച് അവർക്ക് പെരുമാറാനൊക്കൂ. ഇന്നതിന് പോകണമോ പോണ്ടയോ? ഞങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മുന്നിൽ മലയാളത്തിന് വേണ്ടി ഒരു സമരം നടത്തിയപ്പോൾ പങ്കെടുത്ത ആളുകളുടെ ഏതാണ്ടൊരു പട്ടിക എൻ്റെ കയ്യിലുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി എല്ലാവർക്കും വരാൻ അനുവാദമില്ല എന്ന്, അല്ലെങ്കിൽ അത്രയൊക്കെ മതി എന്നാണ്. അത് ഏത് തരത്തിലായാലും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടിട്ടുണ്ട്. പാവം സുഗതകുമാരി അവിടെ വന്ന് പട്ടിണി കിടന്നു തിരുവോണ ദിവസം.
പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മുന്നിൽ ഒരു ഭാഷയ്ക്ക് വേണ്ടി വരും തലമുറയുടെ കുട്ടിയുടെ നാവിലുദിക്കുന്ന ഒരു നാദത്തിന് വേണ്ടി ആ അമ്മ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മുന്നിൽ വന്ന് പട്ടിണി കിടന്നു. മറ്റു പലരും സുഭിക്ഷമായിട്ടും കഴിഞ്ഞു. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാനും നന്ദകുമാറും ഹരിദാസനും അല്ലേ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മുന്നിൽ അടുത്തേക്ക് പോയത്. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ അടുത്തേക്ക് കടത്തിവിട്ടില്ലെങ്കിൽ നമ്മൾ കടന്നുപോയി. എന്തിന്? പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകളിൽ മലയാളത്തിൽ ചോദ്യം വേണം എന്നാവശ്യപ്പെടാൻ വേണ്ടി. ഏറ്റവും കടുത്ത ഒരു പ്രശ്നമായിരുന്നു അത്. അതിൻ്റെ അന്നും അതിനുശേഷം സമര സമയത്തും കൂടെ പ്രവർത്തിച്ച കുട്ടികളെയാണ് ഇവിടെ ഇന്നിപ്പോൾ ആദരിക്കുന്നത്. ആദരത്തെക്കാൾ കൂടുതൽ വിലയുണ്ട് അവരുടെ ആ അന്നത്തെ ത്യാഗത്തിന്. ആ രീതിയിൽ ഹൃദയം കൊരുത്തു നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരുടെ തലമുറകളുണ്ടാക്കുക എന്നൊരു ബാധ്യതയും കൂടെ ഐക്യ മലയാള പ്രസ്ഥാനത്തിന് ഇനിയുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിച്ചതിലൊരു കാര്യം ഇന്ന് ഈ സമ്മേളനം ഇവിടെ വെച്ച് നടക്കുന്നു എന്നറിഞ്ഞതാണ്. ഇത് ഡോക്ടർ VI സുബ്രഹ്മണ്യം എന്നൊരാളിൻ്റെ സ്വപ്നത്തിൽ ഉണ്ടായ ഭൂമിയാണ് അല്ലേ? അത് നടുവട്ടം. ഏറ്റവും വലിയൊരു മനുഷ്യനായിട്ട് ഇന്നും മലയാളം ആദരിക്കേണ്ടുന്ന ഒരു ദ്രാവിഡ ഭാഷാ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ആശയവും സ്വപ്നവുമാണ് ഈ സ്ഥാപനം. ഇപ്പുറത്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എനിക്ക് ഈ സ്ഥാപനം വരുന്ന കാലത്തിൻ്റെ അവസ്ഥ അറിയാമായിരുന്നു, നന്നായിട്ട് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ AR ഗോപാലപിള്ളയുടെയും ഗുരുവാണ് VI സുബ്രഹ്മണ്യം. അതുകൊണ്ട് AR ഗോപാല സാറിൻ്റെ കൂടെ സുബ്രഹ്മണ്യം സാറിനെ കാണാൻ ഞാനിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് കോളേജിൽ ജോലി ചെയ്യുമ്പോഴാണ് അപ്പുറത്തെ 110 ഏക്കറിൽ നിന്ന് 35 ഏക്കർ ഈ സ്ഥാപനത്തിന് വേണ്ടി സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ സ്ഥാപനം ഇവിടെ വന്നത്. ഈ സ്ഥാപനം ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ എന്നത് തുറന്നു പറയുകയാണ്. കാരണം ഈ സ്ഥാപനം ഭാഷയ്ക്ക് വേണ്ടിയുള്ളൊരു തോട്ടമായി, ഭാഷ വിളയുന്ന തോട്ടമായി. ഒരു ഭാഷയല്ല, ഒരുപാട് ഭാഷകളുടെ ഒരു പാഠമായി മാറി. ഇനി ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലും ഇവിടം കേന്ദ്രീകരിച്ച് നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഭാഷോദ്യാനമായി തന്നെ നിലനിൽക്കണം. ഡോക്ടർ നടുവട്ടം അതിന് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നു എന്നെനിക്ക് മനസ്സിലായി. ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. മലയാളം ശ്രേഷ്ഠ ഭാഷയായി വരാൻ ഉറക്കമുളച്ച കുറച്ചു പേരിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് നടുവട്ടം ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ശ്രേഷ്ഠ ഭാഷയായി ഭാഗികമായിട്ടെങ്കിലും അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ വാദമുഖങ്ങളും തെളിവുകളുമെല്ലാം സമർപ്പിക്കാനുള്ള സമർപ്പിതമായ പ്രവർത്തനത്തിൽ അവിശ്രാന്തം പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. ആ ഒരു ശ്രദ്ധ മറ്റാരും പുറത്ത് അധികം പേര് അദ്ദേഹത്തിന് കൊടുത്തതായി എനിക്ക് തോന്നുന്നില്ല. അത് വേണ്ടതാണ്. അതുകൊണ്ട് ഐക്യമലയാള പ്രസ്ഥാനം നടുവട്ടം ഗോപാലകൃഷ്ണനെ മുന്നിൽ നിർത്തി തന്നെയാണ് ഇപ്പോൾ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതാവശ്യമാണ്. ഇവിടെ ഇനി ഭാവിയിൽ മലയാളം എന്ന് പറയുന്ന സമ്പൂർണ്ണ സംസ്കൃതിയുടെ സമുദ്ധാരണം ഇവിടം ആധാരമാക്കി നടത്താൻ അദ്ദേഹം കൂടെ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളം കേവലം ലിപികളല്ല, നൈഘണ്ടുകമായ പദങ്ങളല്ല, ചെറിയ ചെറിയ ഉച്ചാരണങ്ങളുമല്ല. 10,000 ആണ്ടുകളുടെ ഉച്ചാരണങ്ങൾ, സ്വരങ്ങൾ, സ്വപ്നങ്ങൾ, ജനങ്ങളുടെ വികാരങ്ങൾ, ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ, ജനങ്ങളുടെ ദർശനങ്ങൾ, എല്ലാ കർമ്മങ്ങളും അടക്കി വച്ചിരിക്കുന്ന ചരിത്രപേടകമാണൊരു ഭാഷ. സമ്പൂർണ്ണ ജീവിതത്തിൻ്റെ മുഴുവൻ ചരിത്രവും ലിഖിതവും അലിഖിതവുമായ എല്ലാ ചരിത്രവും അടങ്ങുന്ന സ്വനപേടകമാണത്. സ്ഥലകാലങ്ങൾ ഒരുമിച്ചൊഴുകുന്ന ഒരു വല്ലാത്ത ഒരു ശക്തിയാണ്. ആ ശക്തിക്കുള്ളിൽ ഒരു ജനതയുടെ ജീവിതം മുഴുവനുണ്ട്. വർഗവർണ്ണ ഭേദങ്ങളൊക്കെ മാറ്റിവെച്ചാലും ഒരു വർഗവർണ്ണ ഭേദവും എല്ലാം ഇതിൽ ലയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ സംസ്കൃതികളെയും സ്വീകരിച്ചതിൻ്റെയും കൊടുത്തതിൻ്റെയും എല്ലാ തെളിവുകളും സ്വനരൂപത്തിൽ ശേഷിപ്പിക്കുന്ന
ഓരോ ദിവസവും സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റെല്ലാ ജീവികളെക്കാളും ആയുസ്സുള്ള ഒരു ജീവിയാണ് ഭാഷ. ഒരു ഭാഷ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഷയിലൂടെ ഒരു ജനതയുടെ മഹാസ്മൃതി മുഴുവൻ ജീവിക്കുന്നു എന്നർത്ഥം. വ്യഷ്ടിയുടെയും സമഷ്ടിയുടെയും സ്മൃതികളുടെ ഒരു ധാര, മഹാധാര, കാലങ്ങളെ കടന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന കാലവാഹിനിയായ ധാര, അതാണ് ഭാഷ. ആ ഭാഷയെ ആ വിധത്തിൽ കുട്ടികൾക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാൻ വെറും ലിപികളിൽ കൂടെയോ കുറച്ച് സിദ്ധാന്തങ്ങളിൽ കൂടെയോ സാധ്യമല്ല, ജീവിതത്തിൽ കൂടെയേ പറ്റുള്ളൂ. അങ്ങനെ ജീവിപ്പിക്കാൻ, ഒരു ജനതയെ ജീവിപ്പിക്കാൻ ഉണർത്തി സർവകാല ഒരു ശിശുവിനെ സർവകാല ശിശുവായും സർവകാല മനുഷ്യനായും വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് ഭാഷയിൽ കൂടെയാണെന്ന് ഇവിടുത്തെ പരിതസ്ഥിതികൾ, ഇവിടുത്തെ ജനവർഗങ്ങൾ, ഇവിടുത്തെ തൊഴിൽ രീതികൾ, ഇവിടുത്തെ ഉത്പാദനങ്ങൾ, ഇവിടുത്തെ ആചരണങ്ങൾ, ഇവിടുത്തെ ഉദയങ്ങൾ, അസ്തമയങ്ങൾ എല്ലാം കൂടെ ചേർത്ത് അറിയിച്ചു കൊടുക്കാൻ ഭാഷയിൽ തന്നെ, മലയാളത്തിൽ ജീവിക്കാനൊരു സംസ്കാരം നമ്മുടെ ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുവാനാണ്. അങ്ങനെ മലയാളത്തിൽ തന്നെ ജീവിക്കാൻ ഒരു സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഇത് ഞാനാണ് എന്നറിയുന്നത്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എന്ന് MT വാസുദേവൻ നായർ പറഞ്ഞു. അത് എഴുതി വെച്ച ഫലകം സെക്രട്ടേറിയറ്റിൽ ആരോ വിഴുങ്ങി. ആര് വിഴുങ്ങിയെന്നറിയില്ല. ഞാനാണ് ആ ഫലകം ഉണ്ടാക്കി, കയ്യിലെ കാശ് മുടക്കി 10-30,000 രൂപ മുടക്കി ഫലകം ഉണ്ടാക്കി കൊണ്ട് കൊടുത്തത്. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിക്കും അറിയാതെ. ആ ഫലകം വിഴുങ്ങി. ആര് വിഴുങ്ങിയെന്ന് ആരും അന്വേഷിക്കുന്നില്ല. MT വാസുദേവൻ നായർ എഴുതിയത് ആ പ്രതിജ്ഞയുടെ ഭാഗം ഇതാണ്: ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. അവസാനത്തെ ഒരു 3 വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. അതൊരു വല്ലാത്ത വാക്യമാണ്. ഓരോ വ്യക്തിയും ഒരു മഹാഭാഷയാണ്. ആ വ്യക്തികളടങ്ങുന്ന സമൂഹം മുഴുവൻ ചേർന്ന് ഒരു മഹാഭാഷയാണ്. അവൻ അന്യഭാഷാ വിരോധിയല്ല. എല്ലാ ഭാഷയെയും ബന്ധുവായി, സുഹൃത്തായി, അന്നമായി സ്വീകരിക്കുകയും അതുകൊണ്ട് ആത്മപോഷണം നിർവഹിക്കുകയും ചെയ്യുന്ന ജനതയുടേതാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുവരുമ്പോഴാണ് ഈ സമൂഹമാവുന്നത് വ്യക്തി ആ സമൂഹത്തിൻ്റെ ശക്തിയും ആകുന്നത്. ആ വ്യക്തിശക്തിയും സമൂഹശക്തിയും ഒരുമിച്ച് ചേരുന്ന ഒരു മഹാഭാഷയായി മലയാള ജീവിതത്തെ, മലയാളത്തിൻ്റെ നാദത്തെ ഉണർത്താനും പടർത്താനും നമ്മുടെ ഐക്യമലയാള പ്രസ്ഥാനം സജീവമായി തന്നെ ഉണ്ടാവും എന്നും അടുത്ത പരമ്പര ഈ പന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വരുമെന്നും ഞാൻ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഭാഷയോടുള്ള ശരിയായ സ്നേഹം കൊണ്ട്, ജനതയോടുള്ള സ്നേഹം കൊണ്ട്, ആത്മബോധം കൊണ്ട് വന്നിരിക്കുന്നവരാണ്. ഈ ഒരാൾ ഒരു 10 പേരെ, 20 പേരെ, 30 പേരെ ഒരുമിച്ച് കൂട്ടുമാറാകണം എന്നതാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥന. അങ്ങനെ വരുമ്പോഴാണ് ഒരു സമൂഹം ബലപ്പെടുന്നത്, തയ്യാറായി വരുന്നത്. നാട്ടിടകളിലുള്ള മനുഷ്യരിൽ ഈ ബോധം കുത്തിവെക്കാൻ കുറച്ച് പ്രയാസമാണ് എന്നതുറപ്പാണ്. അവർക്ക് കൊടുത്തിരിക്കുന്നത് പ്രലോഭനങ്ങളാണ്. ഇന്ന രീതിയിൽ പോയാൽ ഇന്നത് നേടാം എന്ന് പറയുന്ന കേവല ഭൗതിക പ്രലോഭനങ്ങൾ കൊടുത്ത് ജനങ്ങളെ ആകർഷിക്കുക എന്നത് ചിലപ്പോൾ ഭരണ വിഭാഗത്തിൻ്റെയും പ്രതിപക്ഷ വിഭാഗത്തിൻ്റെയും കച്ചവട വിഭാഗങ്ങളുടെയും ചിലപ്പോൾ മറ്റു പല വിഭാഗങ്ങളുടെയും തന്ത്രങ്ങളായിരിക്കും. ആ തന്ത്രങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ജനതയെ ഒരുമിച്ച് നിർത്താൻ, ഒറ്റ ഊഷ്മാവിൽ തന്നെ നിർത്താൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ഭാഷയാണ്. ഭാഷയിൽ എല്ലാവരുടെയും വികാരമുണ്ട്, ഭാഷയിൽ എല്ലാവരുടെയും സംഗീതമുണ്ട്, ഭാഷയിൽ എല്ലാവരുടെയും സ്വരമുണ്ട്, സ്വപ്നമുണ്ട്. അതുകൊണ്ട് ഈ ഭാഷയാകുന്ന, മഹത്തായ ഭാഷയാകുന്ന ശക്തിയെ ഒരുമിച്ച് നിർത്തുമ്പോൾ എല്ലാവരും ബലിഷ്ഠരാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭേദബുദ്ധിയില്ലാത്തവരാകും എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ, ഒരു അപേക്ഷ കൂടെ എനിക്ക് പറയാനുണ്ട്. മലയാളം ദുർബല ഭാഷയാണ്, ദരിദ്ര ഭാഷയാണ് എന്നൊരു തോന്നൽ നമ്മൾ പൊതുവെ പരത്തിയിട്ടുണ്ട്. അത് വേറെ ആൾക്കാരായിരിക്കും പരത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടേതായി വാക്കുകളില്ല, നമ്മുടേതായി
ഉപാധികളില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയാതെ അങ്ങനെ പറഞ്ഞ് കൊച്ചാവുന്ന, സ്വയം ചെറുതാവുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. ആലോചിച്ച് നോക്കണം. ഇപ്പം 90 വയസ്സ് എന്നെ പോലുള്ള എന്നെക്കാൾ ഇത്തിരി കൂടെ പ്രായം ചെന്ന ആളുകളും മുമ്പ് പറഞ്ഞിരുന്നത് രാവിലെ കാപ്പി കുടിച്ചില്ല, അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ഉണ്ണാനിരുന്നപ്പോൾ ചെറിയൊരു തലവേദന വന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോഴങ്ങനെയല്ല പറയുന്നത്. ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ 10-15 വർഷം മുമ്പ് വരെ, 10 വർഷം മുമ്പ് വരെയെങ്കിലും ഉണ്ണാനിരുന്നപ്പോൾ അല്ലെ കഞ്ഞി കുടിക്കാനിരുന്നപ്പോൾ എന്ന് പറഞ്ഞിരുന്ന ആള് ഇപ്പോൾ ഫുഡ് എന്നേ പറയൂ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഭക്ഷണമാവില്ല എന്നൊരു തോന്നലാണ്. അന്നത്തിന് സ്വന്തം വാക്കില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയ മൂഢബുദ്ധിയായി മലയാളി മാറി. സ്വന്തം വാക്കൊന്നിനുമില്ല. ഇപ്പോൾ കുട്ടികൾ വാട്ടർ എന്നേ പറയൂ, വെള്ളം എന്ന് പറയില്ല. ഞാൻ പല കുട്ടികളോടും ചോദിക്കാറുണ്ട്, വെള്ളം എന്നതിന് എത്ര ഇംഗ്ലീഷ് വാക്കുണ്ട്? അവസാനം വന്ന് H2O എന്നൊക്കെയാണ് പറയുന്നത് കുട്ടികൾ. അതേ കുട്ടികൾക്ക് അടുത്ത് മലയാളത്തിൽ എത്ര വാക്കുണ്ടെന്ന് ചോദിച്ചാൽ 2-3 വാക്കെങ്കിലും പറയാറുണ്ട്. നിരക്ഷരരായവർ പോലും പറയും നിരക്ഷരർ എന്നൊന്നില്ല. ഇതാണ് എൻ്റെ പക്ഷം. സാക്ഷരത, നിരക്ഷരത എന്ന് പറയുന്നത് വേറൊരു പദ്ധതിയാണ്. നിരക്ഷരരില്ല. അവർക്ക് സമൂഹ ബോധമുണ്ടെങ്കിൽ, സമജീവി ബോധമുണ്ടെങ്കിൽ അവർ നിരക്ഷരരല്ല. നമ്മളെക്കാൾ വിവേകികളാണ് അവരെല്ലാവരും. അവരിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സ്വന്തം ഭാഷയിൽ വാക്കുകളില്ല, ആശയങ്ങളില്ല എന്ന് കരുതത്തക്ക രീതിയിൽ നിരാധാരനോ അധമനോ അപകൃഷ്ടനോ ആയിപ്പോയിരിക്കുന്നു മലയാളി. ആദ്യം മാറേണ്ടത് ഈ അധമബോധമാണ്. മലയാളിയുടെ അപകൃഷ്ടനാണ് താൻ എന്ന ബോധമാണ്. ഞാൻ ആശ്രയിയാണ് എന്ന തോന്നലാണ്. അധമർണനല്ല, ഞാൻ ഉത്തമർണനാണ് എന്ന ബോധം അവനുണ്ടാക്കി കൊടുത്താൽ അവനെപ്പോലെ നാവിൽ ഭാഷ ഉദിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും എന്നേ പറയാനുള്ളൂ. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ അവിടെ സെമിനാറിനകത്ത് കേട്ടതിൽ ഒരു സംഭവമാണ്. മലയാളം പഠിച്ചാൽ ഗതിയില്ലാതെ പോകും എന്നൊരു സംഗതി. മലയാളം പഠിച്ചാൽ ജീവിതത്തിൽ വലിയ ആളാകാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടെന്ന്. ഞാനപ്പോൾ APJ അബ്ദുൽ കലാം എന്നയാളിനെ ഓർമ്മിച്ചു. KR നാരായണനെയും ഓർമ്മിച്ചു. വിവേകാനന്ദനെയും ഞാൻ ഓർമ്മിച്ചു. മഹാത്മാഗാന്ധിയെയും ഓർമ്മിച്ചു. മഹാത്മാഗാന്ധി സ്വന്തം ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയത്. വിവേകാനന്ദൻ ബംഗാളിയിൽ തന്നെയാണ് പഠിച്ചത്, പിന്നീടാണ് ഇംഗ്ലീഷ് പഠിച്ചത്. മലയാളം മീഡിയം മാത്രം പഠിച്ച ആളാണ് പാവപ്പെട്ട KR നാരായണൻ എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപതി. അദ്ദേഹത്തിൻ്റെ കഴിവിന് ഒരു കുറവും ഉണ്ടായില്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കൊരു കുറവും ഉണ്ടായില്ല, അദ്ദേഹത്തിൻ്റെ നന്മയ്ക്കും ഒരു കുറവും വന്നിട്ടില്ലായിരുന്നു. അതിനേക്കാൾ വീണ്ടും ചൂണ്ടാകുന്നത് പാവൻ രാമേശ്വരത്ത് ജീവിച്ചു വന്ന തമിഴ് മാത്രം പഠിച്ച പാവപ്പെട്ട ഒരു എഞ്ചിനീയർ APJ അബ്ദുൽ കലാം. നമ്മുടെ കുട്ടികൾക്ക് അവരാണ് ചൈതന്യം പകരേണ്ടത്. അത്തരം ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് നമ്മുടെ കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ സർക്കാരുകളും സംഘടനകളും ഒക്കെ തയ്യാറാവണം. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും തയ്യാറാവണം. ഞാൻ വീണ്ടും എൻ്റെ അപേക്ഷ മുമ്പേ വയ്ക്കുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മാറ്റങ്ങൾ വരുത്തേണ്ടുന്നത് അച്ഛനമ്മമാരിലാണ്. എൻ്റെ കുട്ടി ഏത് മീഡിയത്തിൽ പഠിക്കണം എന്ന് തീരുമാനിക്കാൻ അച്ഛനമ്മമാർക്ക് ഒരു നിശ്ചയം വരുമാറാകണം. ഒപ്പം ഒരു നാടിന് ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുമാറാകണം. പല ഭാഷ, പല മീഡിയം, പല സൗകര്യങ്ങൾ, അതല്ല 8ാം ക്ലാസ് വരെ മാതൃഭാഷാ മാധ്യമം. ഐക്യ മലയാള പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര തലം വരെ മാതൃഭാഷാ മാധ്യമത്തിൽ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റെല്ലാ ഭാഷയും പഠിക്കാം. എല്ലാ ഭാഷയും അമ്മമാരാണ്. എല്ലാ ഭാഷയും സ്നേഹിക്കണമെങ്കിൽ ആദ്യം സ്വന്തം അമ്മയെ തന്നെ സ്നേഹിക്കണം. ഈ അമ്മ നമ്മുടെ കൂടെ തന്നെ വർദ്ധിത വീരിയായിട്ട് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും സർവവിധമായ ഭദ്രതയും പുരോഗമനവും വിജയവും പ്രാർത്ഥിക്കുന്നു.
പങ്കെടുക്കുന്നവർക്കെല്ലാം വിനീതമായ പ്രണാമം സമർപ്പിക്കുന്നു. ഡോക്ടർ വേണു ഉണ്ട്, വിശാലമായി സംസാരിക്കും. പിന്നെ മുരളി സാറും നടുവട്ടം സാറും ഉണ്ട്, അവർ നിങ്ങളോട് കൂടുതൽ സംസാരിക്കും. ഈ നല്ല ഒരു സന്ദർഭത്തിന്, നല്ല കഴിവിക്ക് സമയം കൂടുതൽ എടുത്തതിന് മാപ്പ് ചോദിച്ചതുകൊണ്ട് നിങ്ങൾക്കെല്ലാം പ്രണാമം അർപ്പിച്ച് വിരമിക്കുന്നു. നമസ്കാരം.